രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസിസിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നാലോ? റോമൻ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനും ഫ്രാൻസിസിയൻ സന്യാസി സഭകളുടെ സ്ഥാപകനുമാണ് അസീസിലെ ഫ്രാൻസിസ്. ജനനം 1181 സെപ്റ്റംബർ 26. സവിശേഷമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു ഫ്രാൻസിസ്. ഫ്രാൻസിസിന്റെ വരിത്തിരിവും ദാരിദ്ര്യമെന്ന് കൂട്ടു. ഫ്രാൻസിസിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വഴിത്തിരിവ് 20-ാമത്തെ വയസ്സിലായിരുന്നു. അസീസിയും അയൽപട്ടണമായ പെറുജിയും തമ്മിൽ ഉണ്ടായ ഏറ്റുമുട്ടലിനോടനുബന്ധിച്ചായിരുന്നു. ആ പോരാട്ടത്തിൽ അസീസിക്ക് വേണ്ടി പങ്കെടുത്ത ഫ്രാൻസിസിനെ പെറുജിയ തടവുകാരനാക്കി. 1 വർഷത്തോളം തടവിൽ കഴിഞ്ഞ അദ്ദേഹം രോഗബാധിതനായി. രോഗാവസ്ഥ നൽകിയ ശൂന്യതാബോധം ഫ്രാൻസിസിൽ നിത്യസത്യങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ ഉണർത്തിയതായി പറയപ്പെടുന്നു. സാഹസ്യപ്രിയനായിരുന്ന ഫ്രാൻസിസ് രോഗവിമുക്തനായതോടെ സൈന്യത്തിൽ ചേരുന്ന കാര്യം ആലോചിച്ചെങ്കിലും അദ്ദേഹത്തിൽ ഉണർന്ന ആത്മീയ ചിന്ത അടങ്ങാൻ വിസമ്മതിച്ചു. ആഡംബരപ്രേമിയും ഉല്ലാസീനുമായിരുന്ന സുഹൃത്തിൽ കണ്ട മാറ്റം ഫ്രാൻസിസിന്റെ ചങ്ങാതിമാരെ അത്ഭുതപ്പെടുത്തി. പ്രണയാപാരവശ്യം ഉളവാക്കിയ മാറ്റമാണോ ഇതെന്ന് അവർ അത്ഭുതപ്പെട്ടു. ഫ്രാൻസിസിന്റെ മറുപടി താൻ സുന്ദരിയായ ദാരിദ്ര്യം എന്ന വധുവിനെ ഉടൻ സ്വന്തമാക്കുന്നുണ്ടായിരുന്നു എന്നായിരുന്നു. ദാരിദ്ര്യവുമായുള്ള ജീവിതം തുടർന്നു. വിരക്തിയുടെയും ഏകാന്ത ധ്യാനത്തിൻ്റെയും വഴി പിന്തുടർന്ന ഫ്രാൻസിസ് തനിക്കുണ്ടായിരുന്നതെല്ലാം ത്യജിച്ച് ഒരു കുഷ്ഠരോഗിയെ വഴിയിൽ കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം അവന് കൊടുത്തു.